അഗസ്ത്യമുനി ആരായിരുന്നു? അഗസ്ത്യന്റെ കഥ, ഒരു കഥ വരുന്നുണ്ട്, രാമായണത്തിൽ വരുന്നതല്ല എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. വാതാപിയുടെ കഥ അറിയാലോ. വാതാപി ഇല്വലൻ എന്ന് പറയുന്ന രണ്ട് അസുരന്മാര് വഴിയെ പോകുന്നവരെ എല്ലാവരെയും തടഞ്ഞു നിർത്തി, വരൂ ക്ഷീണം തീർത്ത് പോവാം എന്ന് പറയും. എന്നിട്ടോ ഭക്ഷണം കൊടുക്കാൻ സമയത്ത് ഈ വാതാപിയെ വെട്ടി കഷ്ണാക്കി, ആടിന്റെ രൂപത്തിൽ നിൽക്കൂത്രേ വാതാപി, കറി വെച്ചു കൊടുക്കും. ഇത് കഴിക്കുന്ന വ്യക്തികളോ സുഖമായി സന്തോഷമായി. പണ്ടൊന്നും പറഞ്ഞ ഈ ഹോട്ടൽ സിസ്റ്റം ഇല്ലേ, അപ്പൊ എന്താ ചെയ്യാ, ഓരോ സത്രങ്ങളാ. അപ്പൊ വഴിപോക്കർക്കൊക്കെ ഭക്ഷണം കൊടുക്കും, അന്നദാനം മഹാദാനം അങ്ങനെ കയറ്റിയിരുത്തി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാ അപ്പൊ ഇല്വലൻ വിളിക്കൂത്രേ, വാതാപി പുറത്തു വരൂ. അപ്പൊ ഈ വാതാപി ആ ഭക്ഷണം കഴിച്ച വ്യക്തിയുടെ വയറ് തുരന്ന് പൊട്ടിച്ച് പുറത്ത് ചാടും. അപ്പോഴോ ആ മനുഷ്യൻ മരിക്കൂലോ. മരിച്ചു കഴിഞ്ഞാലോ അപ്പോ ഈ വ്യക്തിന്റെ, രാക്ഷസന്മാരല്ലേ, ശരീരം അവർക്ക് ഭക്ഷിക്കാം, അദ്ദേഹത്തിന്റെ വസ്തുവകകളൊക്കെ എടുക്കാം. അങ്ങനെയുള്ള വാതാപിയെ ഒരു ദിവസം ഈ അഗസ്ത്യ മഹർഷിയും ഭക്ഷിച്ചു. വയറിൽ 2 അടി കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, വാതാപി ദഹിക്കൂ. അപ്പൊ ദഹിച്ചു. അപ്പൊ വിളിച്ചു ഇല്വലൻ, വരൂ പുറത്തു വരൂ വാതാപി. അപ്പൊ പറഞ്ഞു അഗസ്ത്യമുനി, ഇനി പുറത്തു വരില്ല കേട്ടോ. എന്താ കാരണം? ദഹിച്ചു പോയി. അങ്ങനെയുള്ള വാതാപിയെ ഒതുക്കിയതാണ് അഗസ്ത്യ മഹർഷി. അഗസ്ത്യാർകൂടം, അഗസ്ത്യം എന്താ, അകം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ വലിയ പർവ്വതങ്ങളാ. ഈ പർവ്വതങ്ങളുടെ ഗർവ് ശമിപ്പിച്ചവനാണ് അഗസ്ത്യ മഹർഷി. ഇങ്ങനെ ഒരുപാട് കഥകൾ അഗസ്ത്യ മഹർഷിക്ക് പിറകിലുണ്ട്. ഈ രാമായണത്തിൽ അഗസ്ത്യ മഹർഷിയെ കാണാൻ വേണ്ടി സുതീക്ഷ്ണാശ്രമവും കടന്ന് രാമദേവൻ അങ്ങോട്ട് ചെല്ലുക. ആരുടെ കൂടെയാ? ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി അങ്ങോട്ട് ആരണ്യത്തിലേക്ക്, ഘോരമായ കാട്ടിലേക്ക്. നമ്മളൊക്കെ ഇപ്പൊ ഘോരമായ കാട്ടിലാണ്. തപസ് ചെയ്യുന്ന മുനീശ്വരന്മാരെല്ലാം ശാന്തര, അമ്പലത്തേക്ക് കടക്കാനേ വരാത്തവരും ശാന്തര. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത്തിരിയൊക്കെ അറിയുന്നവർ ഇതിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയവരവിടെ വന്നിരിക്കുക. അവർ വലിയൊരു കാട്ടിലാ, ലൗകികമാകുന്ന മായയിലങ്ങനെ മുങ്ങിപ്പൊങ്ങിയിട്ട് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ഇതിൽ നിന്നും രക്ഷ നേടാം. അപ്പൊ ഈ ആരണ്യകാന്ഡം എന്താ? നമ്മുടെ ഈ ജീവിതം തന്നെയാണ് ആരണ്യം, കാട് എന്ന് പറയുന്നത്. ഇനി അഗസ്ത്യ മഹർഷിയെ കാണണം എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യ മഹർഷിയെ കാണിക്കാൻ വേണ്ടി ആര് കൊണ്ടുപോകുന്നു? സുതീക്ഷ്ണൻ കൊണ്ടുപോയി. എന്നിട്ടോ അഗസ്ത്യ മഹർഷിയോട് പറയാം, അദ്ദേഹത്തിന്റെ ശിഷ്യനാ സുതീക്ഷ്ണൻ, ഇവിടെ വന്നിട്ടുണ്ട് ആര്? ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും കൂടി, അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന്. അപ്പോ വേഗം ഇങ്ങോട്ട് വരാൻ പറയൂ, അതിനൊരു സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ അഗസ്ത്യ മഹർഷി